നമസ്കാരം. നാടിന്റെ നാവുന്നേർ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നമ്മൾ ഒരു 2 ദിവസം കഴിഞ്ഞ വനിതാ ദിനം കഴിഞ്ഞെങ്കിലും ഇന്ന് നമ്മൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് സന്തോഷമുള്ളതാണ്. നമ്മുടെ അധ്യാപികമാർ നമ്മുടെ ജില്ലയിൽ പല സ്കൂൾ മേഖലകളിലുള്ള അധ്യാപകന്മാർ അവരുടെ ഓരോ കവിതകൾ വെച്ച് എഴുതിയ പുസ്തകം ഗുൽമോഹർ പൂത്തപ്പോൾ ആ പുസ്തകത്തിന്റെ പ്രകാശനമാണ്. അത് നല്ല കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ എഴുത്തുകാരായ വനിതകൾ മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ സാഹിത്യ ലോകത്ത് വനിതകളുടെ എണ്ണം കുറവാണ്. ഗാനരചനാ രംഗത്ത് വനിതകളുടെ എണ്ണം കുറവാണ്. അതൊക്കെ പരിഹരിക്കട്ടെ. ജാടകളില്ലാതെ അവർ നല്ല സൃഷ്ടികൾ ഇനിയും രചിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. നാളെ മാർച്ച് 11 ലോക പ്ലംബിംഗ് ദിനം, വേൾഡ് പ്ലംബിംഗ് ഡേ. 1857 ശിപ്പായി ലഹളയിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകി സർ ജെയിംസ് ഔട്ട്റാം ഫ്രാൻസിൽ അന്തരിച്ചു. 1863 ഇത്. പെൻസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ് ലണ്ടനിൽ അന്തരിച്ചു. 1955 ഈ വിയോഗം. മലയാള ചലച്ചിത്ര ലോകത്തെ കാരണവരായിരുന്ന തിക്കുറിശ്ശി സുകുമാരൻ നായർ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 1997 ഇത്. ജപ്പാനിൽ സുനാമി വീശിയടിച്ച് ആയിരക്കണക്കിന് മരണം. 2011 ഈ ദാരുണ സംഭവം. വേൾഡ് പ്ലംബിംഗ് കൗൺസിൽ ആരംഭിച്ച ഒരു അന്താരാഷ്ട്ര പരിപാടിയാണ് വേൾഡ് പ്ലംബിംഗ് ദിനം. ഇത് സാമൂഹിക ആരോഗ്യത്തിനും സൗകര്യങ്ങളിലും പ്ലംബിംഗ് വഹിക്കുന്ന പ്രധാന പങ്ക് തിരിച്ചറിയുന്നതിനായി എല്ലാ വർഷവും മാർച്ച് 11 നടത്തപ്പെടുന്നു. WPC അതിന്റെ അംഗരാജ്യങ്ങളിലൂടെയും ലോകാരോഗ്യ സംഘടന പോലെയുള്ള സംഘടനകളുമായുള്ള പങ്കാളിത്തങ്ങളിലൂടെയും സുരക്ഷിതമായ പ്ലംബിംഗിന്റെ പ്രയോജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വർഷം മുഴുവനും പ്രവർത്തിക്കുന്നു. എന്നാൽ 2010 ലോക കലണ്ടറിൽ ഒരു ദിവസം ഉൾച്ചേർക്കുക എന്ന ആശയം സംഭാവനിപ്പിക്കാൻ തീരുമാനിച്ചു. ലോക പ്ലംബിംഗ് ദിനത്തിന്റെ ചരിത്രത്തിലേക്ക്. എല്ലാ വർഷവും മാർച്ച് 11 ലോകമെമ്പാടുമുള്ള ആളുകൾ അവരുടെ ആരോഗ്യവും ജീവിത രീതിയും സംരക്ഷിക്കുന്നതിൽ നമ്മുടേതുപോലുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സുസ്ഥിര രോഗരഹിത ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ പ്ലംബിംഗ് വഹിക്കുന്ന സുപ്രധാന പങ്കിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു ദിവസം എന്നതായിരുന്നു ആശയം. അങ്ങനെ ലോക പ്ലംബിംഗ് ദിനം പിറന്നു. ഇന്ന് ഓസ്ട്രേലിയ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഈ അവസരത്തെ അടയാളപ്പെടുത്തുന്നതിനും നല്ല പ്ലംബിംഗിന്റെയും ശുചിത്വത്തിന്റെയും പ്രാധാന്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമായി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ചൈന, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇന്ത്യ, കാനഡ, ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിൽ വ്യവസായ പ്രമുഖർ ഇന്ന് ഞങ്ങളെപ്പോലെ സർക്കാരുകളും നയരൂപീകാരികളും കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംഘടനകളും ലോക പ്ലംബിംഗ് ദിനം പ്രോത്സാഹിപ്പിക്കുന്നു. ലോക പ്ലംബിംഗ് ദിനം ആരോഗ്യവും പ്ലംബിംഗ് സൗകര്യങ്ങളും തമ്മിലുള്ള നിർണായക ബന്ധം തിരിച്ചറിയുന്നു. തീർച്ചയായും ലോകമെമ്പാടുമുള്ള നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ബാത്റൂം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അണുക്കളെ അവരുടെ പാതകളിലെ അണുവിമുക്തമാക്കുന്നതിനുള്ള പ്ലംബിംഗ് പരിഹാരങ്ങളുടെ പങ്ക് എല്ലാവർക്കും മനസ്സിലാകും. നിങ്ങളുടെ കുളിമുറിയിൽ എത്ര അണുക്കൾ വസിക്കുന്നു എന്നത് വ്യക്തമല്ല. പലതരം ബാക്ടീരിയകൾ നമ്മുടെ ശുചിമുറിയിലുണ്ട്. ഈ വ്യത്യസ്ത ബാക്ടീരിയകൾ മനുഷ്യന് ഹാനികരമാണ്. മാത്രമല്ല, ചർമ്മത്തിലെ അണുബാധകൾ, ന്യൂമോണിയ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ചില ഇനങ്ങൾ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കും. ഇത് ലോക പ്ലംബിംഗ് ദിനത്തിന് പ്രാധാന്യം നൽകുന്നു. തീർച്ചയായും നിങ്ങളുടെ ബാത്റൂം ഭംഗിയായി നിലനിർത്താൻ നല്ല പ്ലംബിംഗ് അനിവാര്യമാണ്. നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ഏറ്റവും സുരക്ഷിതവും വേഗമേറിയതുമായ മാർഗമാണിത്. വികസ്വര രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും ടോയ്ലറ്റുകളോ ഒഴുകുന്ന വെള്ളമോ പോലുമില്ല. ഗ്രഹത്തിലെ ഏറ്റവും ദരിദ്രരായ ചില പ്രദേശങ്ങളിലേക്ക് ആധുനിക പ്ലംബിംഗ് സൗകര്യങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താം. ടോയ്ലറ്റ് ടിന്നിംഗ് ചാരിറ്റികൾക്ക് ലോകമെമ്പാടുമുള്ള വ്യക്തികളുടെ ആരോഗ്യത്തിന് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും. വികസ്വര പ്രദേശങ്ങളിൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ചാരിറ്റിക്ക് നിങ്ങൾക്ക് സംഭാവന നൽകാം. ലോക പ്ലംബിംഗ് ദിനത്തിൽ ആരോഗ്യകരമായ കുളിമുറി ശീലങ്ങൾ. ബാത്റൂമിൽ പോയ ശേഷം കൈ കഴുകാൻ മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചതിന് ഒരു കാരണമുണ്ട്. ദോഷകരമായ ബാക്ടീരിയകളെ നിങ്ങൾക്ക് കഴുകിക്കളയാൻ കഴിയുമെന്ന് ഇത് ഉറപ്പാക്കുന്നു. ടോയ്ലറ്റ് ബ്രേക്കിന് ശേഷം എല്ലാവരും കൈ കഴുകിയാൽ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത തീരെ ഇല്ലാതാകുമെന്ന് നിങ്ങൾക്കറിയാമോ? കുളിമുറിയിൽ വെച്ചാണ് നമുക്ക് രോഗങ്ങൾ പിടിപെടുന്നത് എന്നല്ല. നമ്മുടെ സാധാരണ വയറ്റിലെ ബഗുകൾ, ഇൻഫ്ലുവൻസ, മറ്റ് സാംക്രമിക വൈറസുകൾ എന്നിവ ശരിയായ കൈകഴുകൽ മൂലം നിയന്ത്രിക്കാം.
ലോക പ്ലംബിംഗ് ദിനത്തിൽ ശുചിത്വത്തിന് മുൻഗണന നൽകുക. നിങ്ങളുടെ കുട്ടികളെ എപ്പോഴും കൈ കഴുകാൻ പഠിപ്പിക്കാം. കൂടാതെ എല്ലാം കഴിയുന്നത്ര വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾക്കൊരു ബാത്റൂം ദിനചര്യ തിട്ടപ്പെടുത്താം. വനിതാ ദിനാചരണം നടത്തി. ചൊക്കൻകുടി യുവശക്തി ലൈബ്രറി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം നടന്നു. CDS ചെയർപേഴ്സൺ ആനി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ രജിത സജീവ്, വിനോദ് പാപ്പച്ചൻ എന്നിവർ പ്രതിഭാ പുരസ്കാരം നൽകി വനിതകളെ ആദരിച്ചു. സ്നേഹിത വനിതാവേദി പ്രസിഡന്റ് പിഷിൽഡ വിൽസൺ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് ശ്രീകണ്ഠൻ നായർ, സെക്രട്ടറി സുധീഷ് എന്നിവർ പങ്കെടുത്തു. കുണ്ട്ര YMA ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആചരിച്ചു. വനിതാവേദി പ്രസിഡന്റ് ലിസി ജോയി അധ്യക്ഷത വഹിച്ചു. മുഖത്തല ബ്ലോക്ക് വികസന സമിതി അധ്യക്ഷ സുശീല ജി ഉദ്ഘാടനം ചെയ്തു. ലിസി മനോജ്, അംബുജം, സൂസൻ അലക്സ്, സെക്രട്ടറി തോമസ് പണിക്കർ, ജ്യോതിഷ് കുമാർ, ഷാജി PM, അലക്സ്, VI മറിയാമ എന്നിവർ സംസാരിച്ചു. പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെയും വനിതാവേദിയുടെയും ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനത്തിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമവാസനയും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. വനിതാവേദി പ്രസിഡന്റ് സിന്ധു മുരളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സിനില സ്വാഗതം പറഞ്ഞു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അനിൽകുമാർ വിഷയാവതരണം നടത്തി. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഷേർലി സത്യദേവൻ, ലൈബ്രറി പ്രസിഡന്റ് J വിജയകുമാർ, സെക്രട്ടറി N പ്രഭാകരൻപിള്ള, യോഗ ഇൻസ്ട്രക്ടർ ശ്രീജ SR എന്നിവർ സംസാരിച്ചു. B അജിത നന്ദി പറഞ്ഞു. ചെറുമൂട് നവധാര ലൈബ്രറി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ലൈബ്രറി സെക്രട്ടറി B ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് മേരി വത്സല അധ്യക്ഷത വഹിച്ചു. MP മധുലാൽ ഇതിഹാസങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന വിഷയം അവതരിപ്പിച്ചു. C ശിവശങ്കരപിള്ള, B അശ്വതി, G രാധാമണി, KR സുകന്യ എന്നിവർ സംസാരിച്ചു. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. പുസ്തക പ്രകാശനം നടത്തി. പെണ്ണെഴുത്ത് @ കൊല്ലം കൂട്ടായ്മയുടെയും കോഴിക്കോട് ബാഷോ ബുക്സിന്റെയും ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും വനിതാ ദിനാചരണവും നടത്തി. ജില്ലാ കളക്ടർ N ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം AEO ഷൈനി V അധ്യക്ഷത വഹിച്ചു. 20 അധ്യാപികമാരുടെ കഥാസമാഹാരമായ ഗുൽമോഹർ പൂത്തപ്പോൾ എന്ന കൃതിയും അർഷാദ് ബത്തേരിയും 41 അധ്യാപകരുടെയും കവിതാ സമാഹാരമായ തനിച്ചായവരും പ്രകാശനം ചെയ്തു. കവിയും നിരൂപകനുമായ മുഞ്ഞിനാട് പത്മകുമാർ, കുണ്ടറ AEO റസ്യ ബീവി, ചാത്തന്നൂർ AEO റോസമ്മ രാജൻ, നിരൂപകനായ ഡോക്ടർ E ബാനർജി, യുവകവി നിതീഷ് S, മീര B നായർ, പ്രിൻസ് C, റീന തോമസ്, ജസീന റഹീം, പ്രമീള മുക്കൂട്, പുസ്തകത്തിന്റെ എഡിറ്റർ ഷീല ജോർജ് കല്ലട എന്നിവർ സംസാരിച്ചു. നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ? സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളിൽ ചേരൂ. SSLC+2 മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു. +1 9-8 ക്ലാസുകളിലെ സെർവൻ ക്ലാസുകൾ, നൈറ്റ് ക്ലാസ്, ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് 2025 ഏപ്രിൽ 2 ആരംഭിക്കുന്നു. +2 പ്രാക്ടിക്കൽ ക്ലാസുകൾ 2025 ഏപ്രിൽ 1 ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം ഇനി വേണൂസിലൂടെ സ്വന്തമാക്കാം. നമ്പർ 1 റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ്. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. ആശാ വർക്കേഴ്സിനെ സ്ഥിരപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് P ജെർമിയ. ആശാ വർക്കേഴ്സിനെ സർക്കാർ ജീവനക്കാരായി മുൻകാല പ്രാബല്യത്തിലോ സ്ഥിരപ്പെടുത്തി എല്ലാ ആനുകൂല്യങ്ങളും നൽകി അംഗീകരിക്കണമെന്ന് KPC സെക്രട്ടറി അഡ്വക്കേറ്റ് P ജെർമിയാസ്. INTUC ഇളമ്പള്ളൂർ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് പെരിനാട് മുരളി, റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ബാബുക്കുട്ടൻപിള്ള, ജനറൽ സെക്രട്ടറി അനിൽ അലക്സ് പേരേം, ശ്രീകുമാർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു D പണിക്കർ, UDF ചെയർമാൻ കുരീപ്പള്ളി സലീം, ജയശീലൻ, പെരുമ്പുഴ ഗോപൻ, വിനോദ് G പിള്ള, ബിന്ദു ജയരാജ്, തറയിൽ തങ്കപ്പൻ, ബിജു, അബ്ദുൽ അസീസ്, സലാഹുദ്ദീൻ,
ലിജു വർഗീസ്, സുവർണ, വിജയശ്രീ എന്നിവർ സംസാരിച്ചു. ഇവിടെ പിണറായി വിജയനെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. വീണാ ജോർജിനെ കാണാൻ ചെന്നപ്പോൾ ഭർത്താവ് ഇങ്ങനെ പറയുന്നു. ഇങ്ങനെയുള്ള ഒരു ദുരനുഭവമാണ് കേരളത്തിലെ ആശാവർക്കർമാർക്കുള്ളത്. ഇടുക്കിയുള്ള സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്ന മാമാവിടം കൊല്ലത്ത് നടന്നു. ആ സമ്മേളനത്തിന്റെ നിറം മങ്ങിപ്പോയി. കുടുംബ സംഗമം നടത്തി. പേരയം പള്ളിയറ മഹാത്മാഗാന്ധി കുടുംബ സംഗമം AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. രാജു ഡി പണിക്കർ, സലീം കുരിപ്പള്ളി, AK പ്രസന്നകുമാർ, JL മോഹനൻ, റൈച്ചൽ ജോൺസൺ, രജിത സജീവ്, B സുരേഷ് എന്നിവർ സംസാരിച്ചു. G മാമച്ചൻ സ്വാഗതവും രാജേഷ് പള്ളിയറ നന്ദിയും പറഞ്ഞു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇക്കിളിടാത്തവർ ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ് ഇക്കിൾ ഉണ്ടാവുന്നത്? ഇക്കിൾ അനുഭവപ്പെടാത്തവർ വിരളമായിരിക്കും. ചുക്കുകാപ്പി കുടിക്കുമ്പോഴും ഏറെ എരിവുള്ള പദാർത്ഥങ്ങൾ ഭക്ഷിക്കുമ്പോഴുമൊക്കെയാണ് സാധാരണയായി ഇക്കിൾ അനുഭവപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് നെഞ്ചറയെ ഉദരത്തിൽ നിന്നും വേർതിരിക്കുന്ന ഡയഫ്രത്തിലോ അതിലേക്കുള്ള നാഡിയിലോ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത അനുഭവപ്പെടുമ്പോഴാണ് ഇക്കിൾ ഉണ്ടാകുന്നത്. അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ ഡയഫ്രം പെട്ടെന്ന് ചുരുങ്ങുകയും ഈ ചുരുങ്ങൽ തടയുന്നതിനു വേണ്ടി ചെറുനാക്ക് അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് അടയുകയും ചെയ്യുന്നു. ചെറുനാക്കിന്റെ ഈ അടയലാണ് നമുക്ക് ഇക്കിളായി അനുഭവപ്പെടുന്നത്. അമിതമായി ചിരിക്കുമ്പോഴും ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ദഹനക്കുറവും ഉണ്ടാകുമ്പോഴുമൊക്കെ ഡയഫ്രത്തിന് അസ്വസ്ഥതയുണ്ടാകാനും ഇക്കിൾ അനുഭവപ്പെടാനും ഇടയുണ്ട്. സാധാരണഗതിയിൽ ഇക്കിൾ ഒരു രോഗലക്ഷണമല്ല. എന്നാൽ മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, യുറേമിയ എന്നീ രോഗങ്ങൾ പിടിപെട്ടവരിൽ തുടർച്ചയായി ഇക്കിൾ ഉണ്ടാവാറുണ്ട്. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 15 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ സ്വാഹ വരെയുള്ള ഹ്രസ്വചിത്രങ്ങളാണ് യൂട്യൂബിലുള്ളത്. പല സിനിമകളും 10,000-ലധികം പേർ കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ സിനിമ സ്വാഹയാണ്. അത് ഞങ്ങൾ കേരളത്തിന്റെ സമകാലിക സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൽ വന്ന മൂല്യച്യുതിയെക്കുറിച്ച് വളരെ കരുതലോടുകൂടി എടുത്ത ഒരു സിനിമയാണ്. കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ച സിനിമയാണ്. സ്വാഭാവികമായും ആ സിനിമയും ഇപ്പം ധാരാളം പേർ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ കൃത്യമായിട്ടും ആ സിനിമ കാണണം എന്ന് ഞങ്ങളൊന്ന് പ്രേരിപ്പിക്കുകയാണ്. സ്വാഹ നിങ്ങളെന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നാട്ടുവട്ടം വാർത്തകൾ കാണുന്നവരും പുതിയതായി കാണുന്നവരും നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ലൈക്ക് ചെയ്യാൻ മറന്നവരെല്ലാം ഈ വാർത്തയും നമ്മുടെ ലൈല ക്രിയേഷൻസിന്റെ എല്ലാ സിനിമകളും കാണുമ്പോഴും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.